പശ്ചിമബംഗാളിൽ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരെ തടഞ്ഞ സംഭവത്തിൽ AIMIM നേതാവ് മൊഫക്കുറുൽ ഇസ്ലാം അറസ്റ്റിൽ. സിലിഗുരിയിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്ത്. സംഭവത്തിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങിയ NIA മൾഡ പോലീസിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. PR വിവരങ്ങളും ചേർന്നു. അരവിന്ദ്, SIR തുടങ്ങിയതാണ് പശ്ചിമബംഗാളിലെ കലുഷാവസ്ഥ. അതങ്ങനെ തുടരുന്നുണ്ടായിരുന്നു. പലപ്പോഴും സംഘർഷങ്ങളിലൊക്കെ പോയിരുന്നു. ഉറപ്പായും ഈ ഉദ്യോഗസ്ഥരെ തടയുന്നത് അതിന്റെ തുടർച്ച തന്നെയാണ്, എന്നാൽ തർക്കമില്ല. പക്ഷേ ഇക്കുറി അത് കടന്നുപോയി. എന്താണ് പോലീസ് നടപടികൾ? ഹാഷ്മി, കഴിഞ്ഞ ദിവസം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി അതിരൂക്ഷ വിമർശനം ഉയർത്തിയതിന് പിന്നാലെയാണ് വെസ്റ്റ് ബംഗാൾ പോലീസിന്റെ ശക്തമായ നടപടി ഉണ്ടായിരിക്കുന്നത്. 23 പേരെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ബംഗാൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ ഏറ്റവും അവസാനമായി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് AIMIM നേതാവായ മുഖറുൽ ഇസ്ലാമിനെയാണ്. ഇയാളാണ് ഈ സംഘർഷത്തിന്റെ സൂത്രധാരൻ എന്നതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. ബാഗ്ദോര വിമാനത്താവളത്തിൽ വെച്ചാണ് ഇയാളെ പിടികൂടുന്നത്. ഇയാൾ അവിടെ നിന്ന് ബംഗാളിന് പുറത്തേക്ക് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുകയായിരുന്നുവെന്നും ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ പോലീസ് വ്യക്തമാക്കുന്നു. അന്ന് ഈ പ്രതിഷേധം നടക്കവേ ഈ മുഫറുൽ ഇസ്ലാമിന്റെ കുറെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഈ ജനക്കൂട്ടത്തെ വലിയ രീതിയിൽ പ്രതിഷേധം നടത്താൻ ആഹ്വാനം ചെയ്യുകയും അതുപോലെ തന്നെ സംസ്ഥാനത്തെ പോലീസിനെ അടക്കം വെല്ലുവിളിക്കുന്നതായിരുന്നു ഈ ദൃശ്യങ്ങളിൽ വ്യക്തമായത്. ഇയാളാണ് ഈ പ്രതിഷേധം കൃത്യമായി ആസൂത്രണം ചെയ്തതായി പോലീസ് അറിയിക്കുന്നത്. എന്തായാലും NIA കൂടി ഈ കേസിലേക്ക് കടന്നു വരികയാണ്. പ്രാഥമിക അന്വേഷണം NIA ആരംഭിച്ചു എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. NIA സംഘം ഉടൻ തന്നെ മാൾഡയിലെത്തി കൂടുതൽ വിവരശേഖരണം നടത്തുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം NIAക്ക് നൽകി കഴിഞ്ഞു. എന്തായാലും വലിയ വ്യാപക പ്രതിഷേധം ഈ കേസുമായി ബന്ധപ്പെട്ട് വരികയാണ്. രാഷ്ട്രീയ പോരും അതിശക്തമായി തന്നെ തുടരുന്നു. കാരണം കഴിഞ്ഞ ദിവസം മമതാ ബാനർജി അടക്കം ചൂണ്ടിക്കാണിച്ചത് ഈ പ്രതിഷേധത്തെക്കുറിച്ച് യാതൊരുവിധ അറിയിപ്പോ അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രതിഷേധത്തെക്കുറിച്ച് അറിയില്ല. കാരണം BJP ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട് എന്നതാണ് മമതാ ബാനർജി ആരോപിക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് നടത്താതെ ഒരു രാഷ്ട്രപതി ഭരണത്തിലേക്ക് സംസ്ഥാനത്തെ കൊണ്ടുപോകാനുള്ള ശ്രമം BJP നടത്തുന്നുണ്ട്. കാരണം BJP ബംഗാളിൽ പരാജയപ്പെടുമെന്ന് ഉറപ്പെന്നതാണ് മമതാ ബാനർജി ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം മമതാ ബാനർജി ഇപ്പോൾ വലിയ പരാജയഭയത്തിലാണ്. രാജ്യം തൃണമൂൽ കോൺഗ്രസിന് കാരണം വലിയ രീതിയിൽ അപമാനം നേരിടുന്നു എന്നതാണ് BJPയും ആരോപിച്ചിരിക്കുന്നത്. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതേസമയം NIA കൂടി ഈ കേസിലേക്ക് വരുമ്പോൾ അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുകയാണ്. നേരത്തെ CBI സംസ്ഥാനത്തേക്ക് വരുന്ന കാര്യങ്ങളിലടക്കം വലിയ എതിർപ്പ് ബംഗാൾ സർക്കാർ അറിയിച്ചിരുന്നു. എന്തായാലും വ്യാപക വിമർശനവും അതുപോലെ തന്നെ വാഗ്വാദവുമായി ഈ കേസ് മുന്നോട്ട് പോവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.